1991 ആരംഭിച്ച നരസിംഹറാവുവിൻ്റെ 5 വർഷക്കാലം സംഭവബഹുലമായിരുന്നു. പ്രധാനമന്ത്രി അഴിമതി കേസിൽ പ്രതിയായതടക്കം പല കാര്യങ്ങളും അക്കാലത്ത് ചരിത്രത്തിൽ സ്ഥാനം നേടി. പ്രധാനമന്ത്രിയാവുമ്പോൾ റാവു ലോക്സഭാംഗമായിരുന്നില്ല, പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ലല്ലോ. പിന്നീട് ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് ലോക്സഭയിലെത്തിയത്. നന്ദ്യാൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. പ്രധാനമന്ത്രി സ്ഥാനം മോഹിച്ചിരുന്ന ശരത് പവാറിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ റാവു മടിച്ചില്ല. റാവുവിൻ്റെ ഏറ്റവും നിർണായകമായ തീരുമാനം രാഷ്ട്രീയക്കാരനല്ലാത്ത മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കിയതാണ്. ചന്ദ്രശേഖർ സർക്കാരിൻ്റെ മുൻപിൻ നോട്ടമില്ലാത്ത നടപടികൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർത്തിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് മൻമോഹൻ സിംഗ് തേടിയത്. മൻമോഹൻ സിംഗിനെ ധനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നു എന്നതാണ് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഏക നേട്ടം എന്നും വേണമെങ്കിൽ അതിനെ പറയാം. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നീ നടപടികളിലൂടെ രാജ്യം നെഹ്റുവിയൻ സാമ്പത്തിക സിദ്ധാന്തത്തോട് പൂർണ്ണമായും വിട പറഞ്ഞു. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് വഴിയൊരുക്കിയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചും മുതലാളിത്ത സാമ്പത്തിക രീതിയിലേക്ക് രാജ്യം കാലെടുത്തു വെച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും റാവുവിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. 1993 പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തെ നരസിംഹറാവു മറികടന്നുവെങ്കിലും അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. പിന്തുണയ്ക്ക് വേണ്ടി ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും ജനതാദളിൽ നിന്ന് പിളർന്നുപോയ ചില MP-മാർക്കും കൈക്കൂലി കൊടുത്തിരുന്നു. അത് വാങ്ങിയവർ തന്നെ കോടതിയിലെത്തിയപ്പോൾ എതിരായി മൊഴി കൊടുത്തു. അതിനും പുറമെ VP സിംഗിൻ്റെ മകൻ്റെ പേരിൽ വിദേശ ബാങ്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയ കേസ്, വിദേശത്ത് വ്യാപാരം നടത്തുന്ന ആളോട് കൈക്കൂലി വാങ്ങിയെന്ന കേസ്, അങ്ങനെ പല കേസുകളിലും നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ പ്രതിയായി. 1996 പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് ഇതിലെ പല കേസുകളിലും അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചത്. കഥ അങ്ങനെ തുടരുകയാണ്.